പല ആൾക്കാർക്കും അവസരങ്ങളില്ല. എന്താണ് അവസരങ്ങളില്ലാത്തതിൻ്റെ കാരണം? ഇല്ലാത്തത് കൊണ്ടല്ല, അത് നമ്മൾ കാണാത്തത് കൊണ്ടാണ്, അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ടാണ്. ഒന്നാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, അഡോപ്റ്റ് ഓപ്പർച്യൂണിറ്റി മൈൻഡ് സെറ്റ്. പുതിയ പുതിയ അവസരങ്ങൾ കാണണമെങ്കിൽ, പുതിയ പുതിയ സാധ്യതകൾ നമുക്ക് തിരിച്ചറിയണമെങ്കിൽ അതിന് നമ്മളെ തന്നെ ട്രെയിൻ ചെയ്യണം. സാധാരണ ഒരവസ്ഥയിൽ നമ്മൾ ജീവിച്ചു പോവുകയാണെങ്കിൽ നമ്മളിത് കാണേണ്ടതായിരുന്നു. എന്നിട്ട് എന്തുകൊണ്ട് നമ്മൾ കാണുന്നില്ല? അപ്പോൾ നമ്മുടെ മനസ്സിനെ തന്നെ പറഞ്ഞ് പഠിപ്പിച്ച് പരിശീലിപ്പിച്ചെടുക്കേണ്ട ഒന്നാണിത്. നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ഫേവറായിട്ടുള്ളത്, നമുക്ക് ഗുണകരമായിട്ടുള്ളത്, അത് ചിന്തിക്കാനായിട്ട്, അത് ഒബ്സർവ് ചെയ്യാനായിട്ട് നമ്മുടെ മനസ്സ് തയ്യാറാവണം. ഇടയ്ക്കിടയ്ക്ക് നമ്മളോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കണം, ഇപ്പോൾ ഈ ഒരു പ്രശ്നത്തിൽ, ഈ ഒരു കറൻറ്റ് സിനാരിയോയിൽ, പ്രസൻറ്റിൽ നമുക്ക് ഇവിടെ എന്ത് ഓപ്പർച്യൂണിറ്റിയാണുള്ളത്, എന്ത് സാധ്യതയാണുള്ളത്, നമുക്ക് വളരാൻ സഹായിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഇതിനകത്തുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണത്? രണ്ടാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നെറ്റ്വർക്ക് വിത്ത് എ പർപ്പസ്. നെറ്റ്വർക്ക് എന്ന് പറയുകയാണെങ്കിൽ നമ്മളുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരുപാട് പേര് ഈ ലോകത്ത് ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മൾ നേരിട്ട് അറിഞ്ഞില്ലെങ്കിലും മറ്റുള്ളവർ വഴി നമ്മളിലേക്ക് അവസരങ്ങൾ എത്തിച്ചേരുക. അപ്പോൾ നമ്മുടെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഒരുപാട് പേരുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഇങ്ങനെ ഒരുപാട് പേരുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വർക്ക്ഷോപ്പുകൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും, സെമിനാറുകൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും, പല മീറ്റപ്പുകളും നമ്മൾ പോയിട്ട് അറ്റൻഡ് ചെയ്യേണ്ടി വരും. അവിടെ നമുക്ക് ഒരുപാട് പേരെ കിട്ടും, ഒരുപാട് പേരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, ഒരുപാട് പേരുടെ കോണ്ടാക്ട്സ് നമുക്ക് ലഭിക്കും. സോ അവരിലൂടെയും നമുക്ക് ഈ പറയുന്ന അവസരങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരും. നമ്മൾ തന്നെ തേടിപ്പോയി കണ്ടുപിടിക്കണം എന്ന് പറയുന്നൊരവസ്ഥ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും, നമുക്കത് ആവശ്യവും ഉണ്ടായിരിക്കില്ല. സോ കൂടുതൽ ആളുകളിലേക്ക് നിങ്ങൾ എത്തുക, റീച്ച് ആവുക, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവരുടെ കോണ്ടാക്റ്റുകൾ നിങ്ങൾ നേടിയെടുക്കുക. ഇതെല്ലാം നാളെ നിങ്ങൾക്ക് ഗുണം ചെയ്യും. മൂന്നാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റേ ഇൻഫോംഡ് ആൻഡ് എഡ്യൂക്കേറ്റഡ്. നിങ്ങളുടെ മേഖലയിൽ, നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന എന്തെല്ലാം ന്യൂസുകൾ, പുതിയ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, പുതിയ ട്രെൻഡുകൾ എന്തൊക്കെയാണ്, എന്തെല്ലാം അപ്ഡേഷൻസ് ആണ് അവിടെ വന്നിട്ടുള്ളത്, അതെല്ലാം നമ്മൾ മനസ്സിലാക്കണം, അതെല്ലാം നമ്മൾ ഫോളോ ചെയ്യണം. അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഓരോന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന കാര്യങ്ങൾ വേറെയുള്ള ആൾക്കാർ പറഞ്ഞ് നമ്മൾ അറിയേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. അത് അറിയുന്ന ആദ്യത്തെ വ്യക്തി നമ്മൾ തന്നെ ആയിരിക്കണം. അതിനെന്ത് ചെയ്യാം ചോദിക്കുകയാണെങ്കിൽ, നമുക്ക് പോഡ്കാസ്റ്റുകൾ സബ്സ്ക്രൈബ് ചെയ്യാം, ന്യൂസ് ലെറ്ററുകൾ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബ്ലോഗുകൾ നമുക്ക് വായിക്കാം, ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ബുക്സ് നമുക്ക് വായിക്കാം, ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കോഴ്സുകൾ, വെബിനാറുകൾ, ഇതെല്ലാം നിങ്ങൾക്ക് പോയിട്ട് അറ്റൻഡ് ചെയ്യാം. നിങ്ങളുടെ നോളജും നിങ്ങളുടെ സ്കില്ലും അപ്ഡേറ്റഡ് ആയിരിക്കുകയാണ് നമുക്കിവിടെ വേണ്ടത്. നാലാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എംബ്രേസ് ലൈഫ് ലോങ് ലേണിംഗ്. നമ്മുടെ മുമ്പിലൂടെ അവസരങ്ങൾ, സാധ്യതകളൊക്കെ കടന്നു പോകുന്ന സമയത്ത് അത് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞതുകൊണ്ട് കാര്യമില്ല. അത് നമുക്ക് സ്വീകരിക്കാനും അത് നമ്മൾക്ക് അഡാപ്റ്റ് ചെയ്യാനും നമുക്ക് സ്കില്ല് വേണം, നമുക്ക് നോളജ് വേണം. സോ ഈ പറയുന്ന നോളജും സ്കില്ലും നമ്മൾ അപ്ഡേറ്റ് ചെയ്യാനും അത് അക്വയർ ചെയ്യാനും നേടിയെടുക്കാനും വേണ്ടി നമ്മൾ ഇറങ്ങി തിരിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ആ ഒരു 10-15 വർഷം മുമ്പ് ഉള്ള ഒരു അവസ്ഥയിലേക്ക് പോകും. നമ്മൾ പാസ്റ്റിലായിരിക്കും ജീവിക്കുന്നുണ്ടാവുക. പ്രസൻറ്റിലത്തെ കാര്യങ്ങളെ നേടാനും അവസരങ്ങളെ മുതലാക്കാനും നമുക്ക് കഴിയത്തില്ല. കാരണം അതിനുള്ള ടാലൻറ്റ്, സ്കില്ല്, നോളജ് ഒന്നും നമ്മുടെ കയ്യിൽ ഇല്ലാതെ വരും. സോ നമ്മുടെ സ്കില്ല്, നമ്മുടെ നോളജ് എന്ന് പറയുന്നത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ട സാധനമാണ്. പുതിയ ഹോബീസ് നിങ്ങൾ ആരംഭിക്കുക. അറിവ് നേടുന്നതിനും സ്കില്ല് നേടുന്നതിനൊക്കെ സഹായിക്കുന്ന, ഉതകുന്ന ഹോബീസ് ആരംഭിക്കുക. എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകൾ, നമുക്ക് മുമ്പേ നമ്മുടെ മേഖലയിൽ വിജയിച്ചിട്ടുള്ള ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ എക്സ്പീരിയൻസ്, നമ്മുടെ മേഖല തന്നെ ആവണമെന്നില്ല, അവരുടെയൊക്കെ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പ്ലഗിൻ്റെ മുകളിൽ കറണ്ടിൽ സ്വിച്ച് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷോക്ക് അടിക്കുന്നുള്ളത് നമ്മൾ അനുഭവിച്ചിട്ട് തന്നെ അത് മനസ്സിലാക്കണം എന്നില്ല. മറ്റൊരാളുടെ അനുഭവത്തിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാം, അല്ലേ? ഷോക്ക് അടിക്കുന്നുണ്ട്, കൈ വെച്ച് കഴിഞ്ഞാൽ ഷോക്ക് അടിക്കും എന്ന് പറയുന്ന പോലെ തന്നെയാണ് മറ്റുള്ളവരുടെ അനുഭവത്തിൽ നിന്ന് പഠിക്കുക എന്ന് പറയുന്നത് കുറച്ചും കൂടി ലാഭകരമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ എനർജി, നമ്മുടെ റിസോഴ്സ്, നമ്മുടെ പണം, ഈ പരിപാടിയൊക്കെ സേവ് ആവും. മെൻറ്റർഷിപ്പുകൾ ഉണ്ടെങ്കിൽ ആ ഭാഗവും കൂടി നിങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റും. നല്ല മെൻറ്റേഴ്സ് ഉണ്ടെങ്കിൽ അവരെ കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കൊള്ളുന്ന, നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്ന മെൻറ്റേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ, അത് നിങ്ങളുടെ പേരൻസ് ആവാം, നിങ്ങളുടെ പാർട്ട്ണറാവാം, നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആകാം, അല്ലെങ്കിൽ ആക്ച്വൽ മെൻറ്റേഴ്സ് തന്നെ ആവാം. ഉപയോഗിക്കുക അവരുടെ ആ ഒരു സാധ്യത. അഞ്ചാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആക്റ്റീവ്ലി സീക്ക് ഫീഡ്ബാക്ക്. പലപ്പോഴും നമുക്ക് നമ്മളെ കുറിച്ചിട്ടുള്ള ഒരു അഭിപ്രായം മറ്റുള്ളവരുടെ അടുത്ത് ചോദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ വീർപ്പ് മുട്ടിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മളെക്കുറിച്ചുള്ള കുറ്റമായിരിക്കും മിക്കവാറും അവർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടാവുക.
സോ ഈ കുറ്റങ്ങൾ, കുറവുകൾ, പരാതികൾ കേൾക്കാനായിട്ടുള്ള ഒരു മനസ്സ് അത് നമുക്കുണ്ടോ എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ്. കാരണം പലപ്പോഴും നമുക്ക് ക്രിറ്റിസിസം, വിമർശനം കേൾക്കുന്നത് ഇല്ലാത്തൊരു കാര്യമാണ് പൊതുവെ എല്ലാവർക്കും. സോ ഈ ക്രിറ്റിസിസത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതായത് നമ്മുടെ കുറവുകൾ, കുഴപ്പങ്ങൾ ഇതെല്ലാം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ തിരിച്ചറിയുമ്പോൾ മാത്രമാണ് നമുക്കതിൽ തെറ്റുകളുണ്ടെങ്കിൽ തിരുത്താൻ അവിടെ ഒരു സാധ്യത ഉണ്ടാവുള്ളൂ. മറ്റേത് നമ്മൾ ഈ പറയുന്ന വിമർശനത്തിന് നേരെ കഥ കടയ്ക്കുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും അറിയില്ല നമ്മുടെ പ്രശ്നം എന്താണ്, നമ്മൾ ഏതിലൂടെയാണ് കടന്നു പോകുന്നത്, നമ്മുടെ ശരിയാണോ തെറ്റാണോ ചെയ്യണത് നമുക്ക് പലപ്പോഴും അറിയണമെന്നില്ല. സോ അറിയാതിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ഈ തെറ്റ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? നെഗറ്റീവായിരിക്കും. സോ ക്രിറ്റിസിസം വരുന്നുണ്ടെങ്കിൽ, ഫീഡ്ബാക്ക് വരുന്നുണ്ടെങ്കിൽ അതിന് കൈ നീട്ടി നമ്മൾ സ്വീകരിക്കണം. കാരണം ഇതാണ് നമ്മളെ മോൾഡ് ചെയ്യുള്ളൂ, ഇതാണ് നമ്മളെ തിരുത്തുള്ളൂ, ഇതാണ് നമ്മളെ അപ്ഡേറ്റ് ചെയ്യുള്ളൂ, അപ്ഗ്രേഡ് ചെയ്യുള്ളൂ. ഇങ്ങനെ നിങ്ങളിലൊരു മാറ്റം ഉണ്ടായെങ്കിൽ മാത്രമേ അവസരങ്ങളെ കാണാനും അതിനെ നിങ്ങൾക്ക് ഇങ്ങോട്ട് പിടിച്ചെടുക്കാനും പറ്റുള്ളൂ. 6ാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വളണ്ടിയർ ആൻഡ് ഗെറ്റ് ഇൻവോൾവ്ഡ്. നിങ്ങളുടെ താല്പര്യങ്ങൾ, നിങ്ങളുടെ ഇൻട്രസ്റ്റുകൾ, നിങ്ങളുടെ വാല്യൂസ് ഇതിനെല്ലാം മാച്ച് ആവുന്ന രീതിയിലുള്ള കാര്യങ്ങളിൽ മറ്റുള്ളവരെ നിങ്ങൾക്ക് സഹായിക്കാം. ഇതുപോലുള്ള സഹായിക്കാൻ തയ്യാറായിട്ടുള്ള പല ഓർഗനൈസേഷനും ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ലീഡിങ് പൊസിഷനിലേക്ക് നിങ്ങൾ എത്തുകയാണെങ്കിൽ ഒരുപാട് ഗുണം ചെയ്യും. കാരണം ഒരുപാട് പേരുമായിട്ട് കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. ഈ കണക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി കൊണ്ടുതരുന്ന കാര്യമാണ്. കാരണം നിങ്ങൾ എല്ലാറ്റിനെക്കുറിച്ചും അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കണം എന്നില്ല. പലപ്പോഴും നമ്മൾ ബിസി ആയിരിക്കും. അത്തരം സാഹചര്യങ്ങളിൽ ഇതുപോലുള്ള ആൾക്കാരായിരിക്കും നമുക്ക് പറഞ്ഞു തരിക, അവിടെ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് കേട്ടോ, ഇവിടെ ഇങ്ങനെ ഒരു സാധ്യത ഉണ്ട് കേട്ടോ, അത് നമുക്കൊന്ന് പരീക്ഷിക്കാവുന്നതാണ് കേട്ടോ എന്ന് പറയുന്നത് ഇത്തരം സാഹചര്യങ്ങളിൽ നിന്നായിരിക്കും, നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തു നിന്നായിരിക്കും നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ടാവുക. സോ ഈ പറയുന്ന ഒരു വളണ്ടിയർഷിപ്പ് എന്ന് പറയുന്നതും ഈ സ്കില്ല്, നോളജ്, നെറ്റ്വർക്ക് ഇതെല്ലാം ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കിട്ടില്ല അവസരമാണ്. ഇപ്പോൾ രാഷ്ട്രീയ പരിപാടികൾ, രാഷ്ട്രീയ പാർട്ടികൾ, രാഷ്ട്രീയ പ്രവർത്തകർ ഇവർ ചെയ്യുന്ന പരിപാടിയും ഇതൊക്കെ തന്നെയാണ്. അവർക്ക് വോട്ട് കിട്ടുന്നത് എങ്ങനെയാണ്? ഈ പറയുന്നൊരു വളണ്ടിയർഷിപ്പ് തന്നെയാണ്. അതായത് കൂടുതൽ ജനങ്ങളിലേക്ക് അവർ എത്തുകയാണ്. അത് തന്നെയാണ് നമുക്ക് വേണ്ടത്. 7ാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബി പ്രോ ആക്റ്റീവ് ആൻഡ് ടേക്ക് ഇനീഷ്യേറ്റീവ്. ഈ സാധ്യതകൾ, അവസരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് എപ്പോഴാണെന്നുള്ളത് കൃത്യമായിട്ട് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ പറയുന്ന കംഫർട്ട് സോൺ ഉണ്ടാവും, അതിനകത്തുനിന്ന് പുറത്തിറങ്ങണ സമയത്തായിരിക്കും. പലപ്പോഴും നമ്മൾ അതിനകത്തുനിന്ന് പുറത്തിറങ്ങാറില്ല. നമുക്കത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു പരിപാടിയാണ്. അതായത് അൺകംഫർട്ടബിൾ ആവുക എന്ന് പറയുന്നത് ടെൻഷനാണ്, സ്ട്രെസ്സാണ്, തലവേദനയാണ്, പ്രഷറാണ്, എല്ലാം ആണ്. പക്ഷേ ഇതിന് പുറത്താണ് ഈ പറഞ്ഞ അവസരങ്ങൾ ഇരിക്കുന്നത്. ഈ അവസരങ്ങൾ കാണണമെങ്കിൽ നമ്മൾ ഈ സുഖത്തിൽ നിന്നൊന്ന് പുറത്തേക്ക് ഇറങ്ങണം, കുറച്ച് കഷ്ടപ്പെടാൻ തയ്യാറാവണം, ബുദ്ധിമുട്ടാൻ തയ്യാറാവണം. അപ്പോൾ മാത്രമാണ് നമുക്ക് പറയുന്ന അവസരങ്ങൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു 20 അടി താഴ്ചയിൽ നമ്മളിങ്ങനെ കുഴി തോണ്ടി അടിയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ രത്നങ്ങളുണ്ട് എന്ന് നമ്മൾ കരുതുക. പക്ഷേ നമ്മൾ കുഴിക്കാൻ തയ്യാറല്ല. ആരാണോ കുഴിക്കുന്നത് അവർ ഈ രത്നം കൊണ്ട് പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ കുഴിക്കാൻ തയ്യാറാവേണ്ടി വരും. സോ കൈ കെട്ടിയിരിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി മാറ്റിവെച്ച് കംഫർട്ടബിൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ പുറത്ത് കിടക്കുകയാണെങ്കിൽ, അധ്വാനിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഈ പറയുന്ന അവസരങ്ങൾ നമുക്ക് ലഭിക്കും. പറഞ്ഞു വരുന്നത് ആവശ്യത്തിന് ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുക, അത്യാവശ്യത്തിന് റിസ്ക് ഏറ്റെടുക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ മാത്രമാണ് അവസരങ്ങൾ നിങ്ങളെ തേടി വരുള്ളൂ. ഇനി തേടി വന്നാൽ തന്നെ നിങ്ങൾക്ക് തിരിച്ചറിയാനും അത് ഏറ്റെടുക്കാനും നിങ്ങൾക്ക് കഴിയുള്ളൂ. 8ാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എംബ്രേസ് ചേഞ്ച് ആൻഡ് ബി അഡാപ്റ്റബിൾ. പലപ്പോഴും നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ടായിരിക്കും, അവസരങ്ങൾ നമ്മൾ കണ്ടിട്ടും ഉണ്ടായിരിക്കും, നമ്മൾക്കത് മനസ്സിലായിട്ടും ഉണ്ടായിരിക്കും. പക്ഷെ അത് ഏറ്റെടുത്ത് ആ അവസരത്തെ മുതലാക്കി മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ചില വിട്ടുവീഴ്ചയൊക്കെ ചെയ്യേണ്ടി വരും. ആ അവസരങ്ങൾക്കനുസരിച്ചിട്ട് നമ്മൾ ഒന്ന് മാറേണ്ടി വരും, അതിനനുസരിച്ച് നമ്മളൊന്ന് അഡാപ്റ്റ് ചെയ്യേണ്ടി വരും, സാഹചര്യവുമായിട്ടൊന്ന് ഇഴുകിച്ചേരേണ്ടി വരും. ഇതിന് പലപ്പോഴും നമുക്ക് പറ്റാറില്ല. കാരണം നമുക്ക് അവസരങ്ങളൊക്കെ ഓക്കെ ശരിയാണ്, പക്ഷേ അവസരത്തിന് വേണ്ടി നമുക്ക് മാറുക എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു പരിപാടിയാണ്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, ചില കമ്പനിയിൽ ജോലിക്ക് നമ്മൾ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ച് ശമ്പളം ഉണ്ടാവുള്ളൂ, സാലറി ഉണ്ടാവുള്ളൂ. പക്ഷേ അതിനകത്ത് തന്നെ നമ്മൾ കടിച്ചു തൂങ്ങി വർഷങ്ങളോളം നമ്മൾ നിൽക്കും, നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പോകത്തില്ല. കാരണം മറ്റൊരു കമ്പനിയിലേക്ക് കയറണം എന്ന് പറയുമ്പോൾ അതൊരു അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഒരു പുതിയൊരു എൻവയോൺമെൻറ്റാണ്, പുതിയ കുറേ സ്റ്റാഫുകളായിരിക്കും നമുക്കുണ്ടായിരിക്കുക. അതുപോലെ തന്നെ പുതിയ വർക്ക് രീതികളായിരിക്കും, നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റുമോ, ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. അതേപോലെ തന്നെ അവിടെ കുറേ വൈറസുകളുണ്ടായിരിക്കും, അതായത് സ്ഥാപനത്തിനകത്ത് തന്നെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന കുറേ പേരുണ്ടാവും. അപ്പോൾ ചെന്ന ഉടനെ ഇതൊക്കെ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ കുറച്ച് സമയമെടുക്കും. ഇങ്ങനെ ഒരുപാട് നൂലാമാലകളുണ്ട് പുതിയൊരു അറ്റ്മോസ്ഫിയറിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് ഈ ഒരു ജോലി വിട്ടിട്ട് വേറൊരു ജോലിയിലേക്ക് പോകാൻ നമ്മൾ കുറച്ച് മടിക്കും. കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു പരിപാടിയാണ്.
ശമ്പളം കിട്ടും വെച്ചാൽ ശമ്പളമൊക്കെ കിട്ടും, കൂടുതൽ കിട്ടും വെച്ചാൽ കൂടുതലും കിട്ടും. പക്ഷേ അതിനുവേണ്ടി നമ്മൾ കുറച്ച് സാഹചര്യവുമായിട്ട് ഇഴുകിച്ചേരേണ്ടി വരും. ഇവിടുത്തെ പോലെ ആയിരിക്കില്ല അവിടെ. കാരണം നമുക്കൊരു പുതിയ സ്ഥലം ആയതുകൊണ്ട് തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രശ്നങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളാണ് ശരിയായിട്ടുള്ളത് തെറ്റായിട്ടുള്ളത് എന്നുള്ളത് അവിടുത്തെ ശരികളും തെറ്റുകളും കുറച്ച് വ്യത്യസ്തമായിരിക്കും. സോ അഡാപ്റ്റബിലിറ്റി ഇല്ലെങ്കിൽ പണിയാണ്, അവസരങ്ങളെ നമുക്ക് മുതലാക്കാൻ പറ്റില്ല. പറഞ്ഞു വരുന്നത് സ്റ്റേ ഫ്ലെക്സിബിൾ. നിങ്ങൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം. അഡാപ്റ്റബിലിറ്റി, ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഏതൊരു സാഹചര്യമാണോ അതിലേക്ക് ഇഴുകിച്ചേരാൻ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ആ അവസരങ്ങളെ നിങ്ങൾക്ക് മുതലാക്കാൻ പറ്റും. 9ാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലീവറേജ് സോഷ്യൽ മീഡിയ ആൻഡ് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ്. പുതിയ അവസരങ്ങൾ കിട്ടാൻ ഇന്നത്തെ കാലത്ത് നമ്മൾ പണ്ട് പറഞ്ഞ പോലെ അല്ലെങ്കിൽ നേരത്തെ സ്റ്റെപ്പുകളിൽ പറഞ്ഞ പോലെ ഒരുപാട് ജനങ്ങളിലേക്ക് നമ്മൾ ഫിസിക്കലി ഇറങ്ങി ചെല്ലേണ്ട ഒരു ആവശ്യം ഇന്നത്തെ കാലത്ത് അധികമില്ല. ചെല്ലുന്നത് നല്ല തന്നെയാണ്, പക്ഷെ അധികമില്ല. കാരണം എന്താ ചോദിക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയുടെ ഒരു അതിപ്രസരം തന്നെയാണ്. ഏത് മേഖലയിലാണ്, ഏത് വിഷയത്തിനാണ് അല്ലെങ്കിൽ ഏത് ഉദ്ദേശത്തിനാണ് ഇന്നൊരു സോഷ്യൽ മീഡിയയുടെ പ്രസൻസ് ഇല്ലാത്തത്? വീഡിയോസിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ യൂട്യൂബ് പോലെയുള്ള സാധനങ്ങളുണ്ട്. റീൽസ് പോലുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ ഇൻസ്റ്റാഗ്രാം ഉണ്ട്. മെസ്സേജിൻ്റെ ഒരു പരിപാടിയാണെങ്കിൽ അവിടെ വാട്സപ്പ് ഉണ്ട്, ഫേസ്ബുക്കിൻ്റെ മെസ്സഞ്ചർ ഉണ്ട്, ഫോട്ടോസ് ഷെയറിങ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഫേസ്ബുക്ക് ഉണ്ട്. നിങ്ങൾ നോക്ക്, ഒരുപാട് മേഖല, പാട്ടിനാണെങ്കിൽ പാട്ടിൻ്റെത്, സോഷ്യൽ മീഡിയ ഇഷ്ടം പോലെ ഉണ്ട്, പല രീതിയിലുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇതെല്ലാം ജനങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന സാധനവുമാണ്. പറഞ്ഞു വരുന്നത് ലിങ്ക്ഡിൻ പോലെയുള്ള പ്ലാറ്റ്ഫോമിനൊക്കെ അകത്ത് പ്രത്യേകതരം ഗ്രൂപ്പുകളുണ്ട്. ഫേസ്ബുക്കിനകത്തും ഒരുപാട് സമാന മനസ്സുള്ള ആൾക്കാരുടെ ഗ്രൂപ്പുകളുണ്ട്. അതിനകത്തോട്ട് കയറാം. അപ്പോൾ അവിടെ വരുന്ന ഓപ്പർച്യൂണിറ്റികൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. അത്തരം ഗ്രൂപ്പിനകത്ത് നിങ്ങൾ കയറി പറ്റിക്കഴിഞ്ഞാൽ കൂടുതൽ ആളുകളുമായിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സമയവും എനർജിയും പണവും ചെലവഴിച്ച് ഇറങ്ങേണ്ട ഒരു ആവശ്യം ഇന്നത്തെ കാലത്തില്ല. കാരണം സോഷ്യൽ മീഡിയ അത്രയും ടോപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതുപോലുള്ള സാഹചര്യങ്ങൾ മുതലാക്കാൻ ഗ്രൂപ്പുകളിൽ പലപ്പോഴും ഈ ക്ലബ് ഹൗസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പരിപാടികളുണ്ട്. ഞാൻ പങ്കെടുത്തിട്ടില്ല, പക്ഷേ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. ഒരുപാട് ഡിസ്കഷൻസ് നടക്കുന്നുണ്ടാവും, ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ടാവും, ഒരുപാട് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ആ വഴിക്ക് കിട്ടും. എവിടെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ഏകദേശം അവിടെ നിന്ന് നമുക്ക് കിട്ടും. അത് നല്ലതും കിട്ടും, ചീത്തതും കിട്ടും, പരദൂഷണവും കിട്ടും, റൂമേഴ്സും വരും, എല്ലാം വരും. പക്ഷെ നമുക്ക് അറിയാൻ പറ്റും. 10ാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിഫ്ലക്റ്റ് ആൻഡ് സെറ്റ് ക്ലിയർ ഗോൾസ്. ലക്ഷ്യങ്ങളുടെ കാര്യത്തിൽ നമുക്ക് കാര്യമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ ഈ പറയുന്ന ഓപ്പർച്യൂണിറ്റിയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി വന്നു, പക്ഷേ നിങ്ങൾക്ക് ഒരു ലക്ഷ്യമില്ല. നിങ്ങൾക്ക് എന്താ ഉള്ളത്? സുഖമായിട്ട് കിടന്നുറങ്ങണം, ഭക്ഷണം കഴിക്കണം, ഉറങ്ങണം, ഇങ്ങനെ പറയുന്നൊരവസ്ഥയാണെങ്കിൽ, അതായത് നിങ്ങൾക്ക് കാര്യമായിട്ട് സ്പെസിഫിക് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ഗോൾ ഇല്ലെങ്കിൽ, ജീവിതത്തിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവസരങ്ങളുടെ ആവശ്യമില്ല. പക്ഷെ അങ്ങനെ അല്ല, നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ട് അല്ലെങ്കിൽ ഒരുപാട് ലക്ഷ്യമുണ്ട്. സോ ആ ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ അവസരങ്ങൾ എന്നൊക്കെ പറഞ്ഞത് മുതലാക്കാൻ പറ്റുന്നൊരു സാധനമാണ്. അപ്പോൾ ഇത്തരം ഗോൾസ്, ഇത്തരം ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് ആദ്യം ഉണ്ടാക്കണം. ഇനി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ലക്ഷ്യങ്ങൾ കിട്ടുന്ന അവസരങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം. അപ്പോൾ ലക്ഷ്യങ്ങളായി, അവസരങ്ങളായി. പിന്നെ ഈ അവസരങ്ങളും ലക്ഷ്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് കറക്റ്റായിട്ട് നിങ്ങൾ പോകുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് സ്വയം അസസ് ചെയ്യുക. പുതിയ അവസരങ്ങൾ നമ്മൾ കണ്ടെത്തുന്നുണ്ടോ? നേരത്തെ ഞാൻ ഉദാഹരണം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഒരു ദ്വീപിനകത്തേക്ക് ഒരാൾ ഷൂ വിൽക്കാനായിട്ട് ഇറങ്ങിച്ചെന്നപ്പോഴാണ് അറിയണത് ആ ഷൂ വിൽക്കുന്ന ആ ഒരു ഇടത്തിൽ, ആ ഒരു ദ്വീപിനകത്ത് ഒരു മനുഷ്യൻ ഷൂ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ സാധ്യത കാണുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഷൂവേ ഉപയോഗിക്കത്തര നാടായതുകൊണ്ട് ഷൂവിനൊരു വലിയ ചാൻസ് ഉണ്ട് എന്ന് കരുതാം. അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ എന്ത് പറയാം? ഷൂവേ ഉപയോഗിക്കത്തര നാട്ടിൽ നമ്മൾ ഷൂ വിൽക്കാൻ പോയിട്ട് ഒന്നും ഒരു കാര്യമില്ല എന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ അവസരങ്ങൾ അതിനകത്തുണ്ട്, അത് നമ്മൾ കണ്ടെത്തുന്നില്ല എന്നേ ഉള്ളൂ. സോ നമ്മുടെ ലക്ഷ്യം സ്ട്രോങ് ആണെങ്കിൽ, ഒരു 10,000 ഷൂ എങ്കിൽ നമ്മൾ ആ ദ്വീപിൽ വിൽക്കും എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ, പണം ഉണ്ടാക്കും എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ, അവിടെ നമ്മൾ അവസരങ്ങൾ കാണാൻ പഠിക്കും, കാണാൻ നമുക്ക് കഴിയും.